ഹലോ, ഇന്ന് നമുക്ക് യമ്മി ആയിട്ടുള്ള ഒരു കാരമൽ കസ്റ്റർഡ് ബ്രെഡ് പുഡിംഗ് റെഡിയാക്കിയാലോ. അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്ത പഞ്ചസാരയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ചൂടോടെ തന്നെ ബേക്കിംഗ് മോൾഡിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പുഡിങ്ങിനായിട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഒരു ബൗളിലേക്ക് എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. 2 കപ്പ് പാൽ നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് കസ്റ്റർഡ് പൗഡർ പാൽ മിക്സ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ കുറുകി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് നേരെ നമുക്ക് കാരമലൈസ് ചെയ്ത മോൾഡിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്തും കൂടി വെക്കാം. പുഡിംഗ് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് സോസ് പാനിൽ ഒരു സ്റ്റാൻഡ് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം 40-45 മിനിറ്റിൽ നമ്മുടെ കാരമൽ പുഡിംഗൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ 4 വശം ഒന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു പ്ലേറ്റ് വെച്ചെടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ കാരമൽ കസ്റ്റർഡ് ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പി തന്നെയാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഐസ്ക്രീം സ്കൂപ്പിനൊപ്പം നല്ല അടിപൊളി കോംബോയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക.